ഹലോ ഗൈസ്, ഇത് എയർ ഫ്രയറിലെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. എയർ ഫ്രയർ കരിഞ്ഞ് ഗൈസ്, എല്ലാം കരിഞ്ഞ് പോഞ്ഞ് ഗൈസ്. എയർ ഫ്രയറിൽ കുക്ക് ചെയ്യുമ്പോൾ പ്രിക്കോഷൻസ് എടുത്തില്ലെങ്കിൽ എല്ലാം കൂടി കത്തിപ്പോകുമെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നന്നായി മഞ്ഞളിട്ട് കുളിപ്പിച്ചെടുത്ത ഒരു കോഴിയാണിത്. ഏകദേശം 2.5 കിലോഗ്രാം തൂക്കമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു ഫുൾ ചിക്കൻ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുമെന്ന്. സാധാരണ പോലെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചുള്ള മസാലക്കൂട്ടെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ തൈര്, നാരങ്ങ നീര്, 2 സ്പൂൺ ഓയിൽ എന്നിവ കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം ഇത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കണം. അരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ മസാലക്കൂട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ ഫ്രൈക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതായത് പുതിന ഇല, കറിവേപ്പില, മല്ലിയില എന്നിവ എടുത്ത് ഉപ്പും ഒരു പീസ് ബട്ടറും കൂടി ചേർത്ത് അരച്ചെടുക്കണം. ഇനി ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ ഓയിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓയിലും ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇലകൾ അരയ്ക്കുന്നതിന് 2-3 സ്പൂണ് വെള്ളം കൂടി ചേർത്താലും മതി. വെള്ളം ചേർക്കുമ്പോൾ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മസാലക്കൂട്ടെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി ഒരു 6 മുതൽ 10 മണിക്കൂർ വരെ ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ചിക്കൻ സോഫ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിക്കൻ്റെ വയറിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ക്യാവിറ്റിക്കകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു സ്വല്പം ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾസും കൂടെ ആ ക്യാവിറ്റിയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിക്കൻ ഫ്രൈ ആകുന്നതിനൊപ്പം ഈ വെജിറ്റബിൾസും നന്നായി കുക്കായി വരും. ഇതിൻ്റെ കളറൊന്നും മാറില്ല. ഈ ചിക്കൻ്റെ സൂപ്പും ഈ വെജിറ്റബിൾസിൽ പിടിച്ചിട്ട അപാര ടേസ്റ്റ് ആയിരിക്കും. അവസാനം അതും കാണിച്ചു തരാം. Preheat. അയ്യോ, ഹലോ ഗൈസ്, ഇത് എയർ ഫ്രയറിലെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇത് കരിഞ്ഞു പോയെന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. കരിഞ്ഞ ഗൈസ്, പെട്ടെന്ന് ഓഫ് ചെയ്യുക. എയർ ഫ്രയർ കരിഞ്ഞ ഗൈസ്, എല്ലാം കരിഞ്ഞ് പോഞ്ഞ ഗൈസ്. പക്ഷെ അതെ അതിൻ്റെ മുകളിലൊട്ടിയിട്ട് ഗൈസ്, ഇതൊരു വലിയ ട്രാജഡിയിലേക്ക് പോയേനെ. പെട്ടെന്ന് കണ്ടതിനാൽ ഓഫ് ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് ഫുൾ ചിക്കൻ വെക്കുമ്പോൾ മുകളിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. എയർ ഫ്രയർ ഓൺ ആക്കിയാൽ ഉടൻ തന്നെ ഹീറ്റിംഗ് എലിമെൻറ്റ് ചൂടാവുകയും ഒപ്പം ഫാൻ ഹോട്ട് എയർ സർക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ കേസിൽ കോഴിയുടെ കഴുത്ത് ഹീറ്റിംഗ് എലിമെൻറ്റ് ടച്ച് ചെയ്തതാണ് പ്രോബ്ലം ആയത്. ഗൈസ്, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുകളിലത്തെ പോർഷൻ നന്നായി ക്ലീൻ ചെയ്ത ശേഷമാണ് ടൈം സെറ്റ് ചെയ്ത് വീണ്ടും 30 മിനിറ്റ് കഴിയുമ്പോൾ ഈ വീട് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കാണാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത് മറിച്ചിട്ടു. അതിനുശേഷം 1 സ്പൂൺ ഓയിൽ കൂടി പോളിഷ് ചെയ്തിട്ട് വീണ്ടും വെച്ചു. ടോട്ടൽ 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴും സ്വല്പം കൂടി വേവുണ്ടായിരുന്നു. അതിനാൽ വീണ്ടും 15 മിനിറ്റും കൂടി സെറ്റ് ചെയ്തു. അങ്ങനെ ടോട്ടൽ 45 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 170 ഡിഗ്രി സെൽഷ്യസിൽ ടെമ്പറേച്ചർ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് സൈഡെല്ലാം കറുത്തു പോകും, അകം വേഗത്തുമില്ല. ഗൈസ്, ഇത് എത്രത്തോളം വെന്തെന്നുള്ളത് എനിക്ക് കാണാം. എല്ല് ഇതായിട്ട് വരുന്നതുകൊണ്ട് അത്രയും നല്ലതായിട്ട് ഇത് വെന്തിട്ടുണ്ട്.
നമുക്ക് എന്തായാലും ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോകാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ കുറേ നേരം വെച്ചായിരുന്നു അതിനകത്ത്. കണ്ടോ, കാല ശരിക്കും വേകാൻ നല്ല ടൈം എടുക്കുന്ന ഇതിനകത്ത് മസിൽസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമുക്കിതിനകത്ത് അകത്തെ എന്തുവാന്ന് നോക്കാം. വീണില്ല. അപ്പം നമുക്ക് എന്തായാലും ഇത് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ഞാൻ തുറക്കാത്ത. കണ്ടോ ചൂട് പാറുന്നേ. നമുക്കിതിനകത്ത് കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്ത് ഇട്ടേക്കണ്ട. എല്ലാം വെന്ത് ഉരുകി ഇതണ്ട, ഇതൊക്കെ അലിഞ്ഞ് പോകുന്നണ്ട. നല്ല ടേസ്റ്റ്. നമുക്കിതിൻ്റെ ചെസ്റ്റ് പീസും ഇച്ചിരി വെജിറ്റബിൾസും എടുത്ത് നമ്മൾ സോസിൽ മുക്കാം. എന്നിട്ട് സോസിൽ മുക്കിയിട്ട് ഫൈബേഴ്സ് എല്ലാം ഇത് ഇങ്ങനെ വരണം. ഇതാണ് നല്ല കറക്റ്റ് വേവ്. എന്താ, ഇതാണ് കറക്റ്റ് വേവ്. എന്താ, ഇങ്ങനെ നമ്മളിത് വേറെ ആർക്കും സെർവ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ തന്നെ വീട്ടിൽ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കഴിയിട്ടൊക്കെ ഇതാ. ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ടേസ്റ്റ് ഉണ്ട്, അത് വേറെ. അതിങ്ങനെ കഴിച്ചാലേ കിട്ടും.